കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പറ്റിയ വളരെ എളുപ്പത്തിലുള്ള ഒരു പൊട്ടാറ്റോ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോണത്. വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. കണ്ടൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ചതച്ചതിട്ടതിന് ശേഷം വെളുത്തുള്ളി നന്നായി മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. തീരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ വേണം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കട്ട് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ കഴുകിയതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആവാത്തത് കൊണ്ട് തന്നെ ഞാനത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ചീനച്ചട്ടിയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത്. ഇപ്പം തന്നെ നോക്ക്, നമുക്കിതിന് കണ്ടാൽ തന്നെ അറിയാം ഇത് ഏകദേശം ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ മാറി നല്ല വെന്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാൻ കണ്ടില്ലേ. അപ്പോൾ ഞാനിത് അങ്ങനെ അമർത്തി നോക്കുമ്പോൾ തന്നെ വെന്തത് അറിയുന്നുണ്ട്. ഇനി ഞാനതിൽ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർത്തി കൊടുക്കാൻ പാടില്ല. വെള്ളം ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവുള്ള മുളക് പൊടി അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടോ. കാണുമ്പോൾ നല്ല എരിവുള്ള ഇത്രയും മുളക് പൊടിയൊക്കെ ഒന്ന് കണ്ടാൽ തോന്നും, പക്ഷേ വളരെ എരിവ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് മസാല ഒക്കെ ഒന്ന് പിടിക്കുന്ന വരെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അടച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കണ്ടില്ലേ, അതിൽ ആ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലെല്ലാം നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി പിടിച്ച് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം. ആ ഗ്യാസ് എല്ലാം ഓഫാക്കിയതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ. വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ റെസിപ്പിയാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതോ ഒരു അച്ചാറോ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൊട്ടാറ്റോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് വലിയ ചേരുവകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 2 ഉരുളക്കിഴങ്ങും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. ടേസ്റ്റും അതേപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.